പശ്ചിമ ബംഗാൾ ഇപ്പോൾ അങ്ങനെ ഒരു സാഹചര്യമില്ല. ഒരു ഘട്ടത്തിലുണ്ടായിരുന്നു. പക്ഷേ ദിസ് മച്ച് ആൻഡ് നോ ഫർദർ എന്ന് പറഞ്ഞൊരു ലക്ഷ്മണ രേഖ വരച്ചതിന് ശേഷം മുഖ്യമന്ത്രിയും ഗവർണറും തമ്മിൽ അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിലും പോരില്ല. ചില കാര്യങ്ങളിൽ മുഖ്യമന്ത്രി പറയുന്ന കേൾക്കേണ്ട വരും. കാരണം ജനങ്ങൾ തിരഞ്ഞെടുത്ത് അയച്ചത് മുഖ്യമന്ത്രിയാണ്, ഗവർണറെ അല്ല. അപ്പോൾ ജനഹിതത്തിനനുസരിച്ച് പ്രവർത്തിക്കേണ്ട ചുമതല മുഖ്യമന്ത്രിക്കുണ്ട്. ഭരണത്തിൻ്റെ പ്രകടമായ മുഖം മുഖ്യമന്ത്രി ആയിരിക്കണം, തിരഞ്ഞെടുക്കപ്പെട്ട മുഖ്യമന്ത്രി. അല്ല നോമിനേറ്റ് ചെയ്ത ഗവർണറല്ല. ഗവർണർ പിന്നിൽ നിന്ന് സഹായിക്കണം, അതാണ് ചെയ്യേണ്ടത്. പക്ഷേ ഭരണഘടനാപരമായ കാര്യങ്ങളല്ല മുഖ്യമന്ത്രി ചെയ്യുന്നതെങ്കിൽ, നിയമാനുസൃതമായല്ല പ്രവർത്തിക്കുന്നതെങ്കിൽ അവിടെ ശക്തമായ ഇടപെടൽ നടത്താനുള്ള അധികാരവും അവകാശവും ചുമതലയും ഗവർണർക്കുണ്ട്. പശ്ചിമ ബംഗാൾ ഗവർണർ ശ്രീ CV ആനന്ദ് ബോസാണ് ഇപ്പോൾ മീഡിയയോടൊപ്പം ചേരുന്നത്. സർ നമസ്കാരം. സർ, ആദ്യമേ ചോദിക്കാനുള്ളത്, ഈ റീസെൻ്റായിട്ട് വന്നൊരു വാർത്തയാണ്, രാജ്ഭവനുകളില്ല, ലോക് ഭവനായി. അത് എന്തുകൊണ്ടാണ് ആ മാറ്റം? എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അത് ഏതെങ്കിലും തരത്തിൽ ഗുണപരമായി ജനങ്ങൾക്ക്, സാധാരണക്കാർക്ക് ലഭിക്കുമത്? രാജ്ഭവൻ എന്നുള്ള പേര് മാറ്റി ആദ്യം ബംഗാളി ഭാഷയിൽ ജൻ രാജ്ഭവനാക്കി. ജൻ എന്നത് ഹിന്ദിയാണ്, ലോക്. ഇപ്പോഴത്തെ എല്ലാ രാജ്ഭവനുകളും, മുൻ രാജ്ഭവനുകൾ ലോക് ഭവനായിട്ട് മാറ്റി. അതിൻ്റെ ഉദ്ദേശം ജനങ്ങൾക്ക് അപ്രാപ്യമായ ഒരിടമാണ് ഈ ഗവർണറുടെ വസതി എന്നൊരു ധാരണയുണ്ടായിരുന്നു. അത് ശരി, അങ്ങനെ ആകാൻ പാടില്ല. കാരണം ഒരു ഗവർണറെ നിയമിക്കുന്നവരാണ്. ഗവർണറെ നിയമിക്കുന്ന പ്രസിഡൻറ്റിന് ആര് അധികാരം കൊടുത്തു? ഭരണഘടന. ഭരണഘടന ആരുണ്ടാക്കി? ജനങ്ങളുണ്ടാക്കി. വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ ഗിവ് ടു അവർസെൽവ്സ് ദിസ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ്. അതുകൊണ്ട് ഒരു ഗവർണർ ഒരിക്കലും ജനങ്ങളിൽ നിന്ന് അകന്ന് ദന്തഗോപുരവാസിയായി ഇരിക്കാൻ പാടില്ല. അതുകൊണ്ടാണ് ആദ്യം കൽക്കട്ട രാജ്ഭവൻ, ഇന്നത്തെ രാജ്ഭവൻ, ലോക് ഭവനാക്കി മാറ്റിയത്. ആദ്യം മാറ്റിയത്, ഈ പേരുമാറ്റം ആദ്യം വരുത്തിയത് എവിടെയാണ്? വെസ്റ്റ് ബംഗാളിലാണ് 2 വർഷം മുമ്പ്. പിന്നീട് ഗവർണർമാരുടെ സമ്മേളനത്തിൽ അവതരിപ്പിച്ചു. പ്രധാനമന്ത്രി എല്ലാ രാജ്ഭവനുകളും ലോക് ഭവൻ എന്ന പേര് സ്വീകരിക്കാൻ നിർദ്ദേശിച്ചു. അങ്ങനെയാണ് ലോക് ഭവനായത്. ഈ ഇപ്പം റീസെൻ്റായിട്ട് നമുക്കറിയാം, കേരളത്തിലടക്കം ഈ ഗവർണർ സർക്കാരുമായി ബന്ധപ്പെട്ട് പല തർക്കങ്ങളും നടക്കുന്നു. പ്രത്യേകിച്ച് ഈ സർവകലാശാലയിലെ VC നിയമനവുമായി ബന്ധപ്പെട്ട് എന്തുകൊണ്ടാണ് അത്തരമൊരു തർക്കം വരുന്നത്? പശ്ചിമ ബംഗാളിലും സമാനമായ സാഹചര്യമുണ്ടോ? പശ്ചിമ ബംഗാൾ ഇപ്പോൾ അങ്ങനെ ഒരു സാഹചര്യമില്ല. ഒരു ഘട്ടത്തിലുണ്ടായിരുന്നു. പക്ഷേ ദിസ് മച്ച് ആൻഡ് നോ ഫർദർ എന്ന് പറഞ്ഞൊരു ലക്ഷ്മണ രേഖ വരച്ചതിന് ശേഷം മുഖ്യമന്ത്രിയും ഗവർണറും തമ്മിൽ അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിലും പോരില്ല. ചില കാര്യങ്ങളിൽ മുഖ്യമന്ത്രി പറയുന്ന കേൾക്കേണ്ട വരും. കാരണം ജനങ്ങൾ തിരഞ്ഞെടുത്ത് അയച്ചത് മുഖ്യമന്ത്രിയാണ്, ഗവർണറെ അല്ല. അപ്പോൾ ജനഹിതത്തിനനുസരിച്ച് പ്രവർത്തിക്കേണ്ട ചുമതല മുഖ്യമന്ത്രിക്കുണ്ട്. ഭരണത്തിൻ്റെ പ്രകടമായ മുഖം മുഖ്യമന്ത്രി ആയിരിക്കണം, തിരഞ്ഞെടുക്കപ്പെട്ട മുഖ്യമന്ത്രി. അല്ല നോമിനേറ്റ് ചെയ്ത ഗവർണറല്ല. ഗവർണർ പിന്നിൽ നിന്ന് സഹായിക്കണം, അതാണ് ചെയ്യേണ്ടത്. പക്ഷേ ഭരണഘടനാപരമായ കാര്യങ്ങളല്ല മുഖ്യമന്ത്രി ചെയ്യുന്നതെങ്കിൽ, നിയമാനുസൃതമായല്ല പ്രവർത്തിക്കുന്നതെങ്കിൽ അവിടെ ശക്തമായ ഇടപെടൽ നടത്താനുള്ള അധികാരവും അവകാശവും ചുമതലയും ഗവർണർക്കുണ്ട്. ഇപ്പോൾ കേരളത്തിൽ റീസെൻ്റായിട്ടൊരു വിട്ടുവീഴ്ചയിലേക്ക് സർക്കാർ കടന്നു. മുഖ്യമന്ത്രി നേരിട്ട് തന്നെ ഗവർണറുമായി ഒരു രമ്യതയിൽ പോകാമെന്നുള്ള തീരുമാനമെടുത്തു. അവിടെ അതുപോലെയാണോ? ഇങ്ങനെയാണ് പരിഹാരത്തിലേക്ക് എത്തിയത്? സ്വീകാര്യമായ വിട്ടുവീഴ്ച ഉണ്ടെങ്കിൽ, വിട്ടുവീഴ്ചകളുടെ അടുത്ത് വീഴ്ച ഉണ്ടാവില്ല. അത് മനസ്സിലാക്കി 2 കൂട്ടരും പെരുമാറുന്നുണ്ട്. ഇപ്പോൾ നല്ലൊരു ഒരു സന്ദേശമാണ് കേരളത്തിൽ നിന്ന് കിട്ടുന്നത്. ബംഗാളിന് അതുപോലെ തന്നെയാണ്. കഴിവതും രമ്യതയോടുകൂടി ഭരണഘടനയ്ക്ക് അകത്തു നിന്നുകൊണ്ട് പ്രവർത്തിക്കാനാണ് ശ്രമിക്കുന്നത്. മറ്റൊന്ന്, ഈ പറഞ്ഞതുപോലെ നേരത്തെ പറഞ്ഞു, ലോക് ഭവനാക്കുന്നത് ജനങ്ങളുമായിട്ട് കൂടുതൽ അടുക്കാനാണ്. സ്വാഭാവികമായും ഇപ്പോൾ ഒരു സ്റ്റേറ്റിൽ, ഇപ്പോൾ പശ്ചിമ ബംഗാളിൽ എടുത്തു കഴിഞ്ഞാൽ അവിടുത്തെ വികസന കാര്യങ്ങളിൽ ഗവർണർക്ക് ഇടപെടലുണ്ടോ? എങ്ങനെയാണ് ഗവർണറുടെ അത്തരം ഇടപെടലുകൾ വരുന്നത്? ഗവർണറുടെ സത്യപ്രതിജ്ഞ 2 ഭാഗമാണ് അതിലുള്ളത്. ഒന്ന്, ഭരണഘടന സംരക്ഷിക്കും. 2, ഈ സംസ്ഥാനത്തെ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്നാണ്. അപ്പോൾ സംസ്ഥാനത്തിൻ്റെ വികസന പ്രവർത്തനങ്ങൾക്ക് ക്രിയാത്മകമായ സഹകരണം നൽകാൻ ഗവർണർക്ക് കഴിയും. കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകൾക്കിടയിൽ മാരിവിൽ പാലം തീർക്കുകയാണ് ഒരു ഗവർണറുടെ ജോലി. ഇപ്പോൾ ബംഗാളിൽ നടക്കുന്നത് തന്നെയാണ്. ആവശ്യമായ കാര്യങ്ങളിൽ ഇടപെടും, ആവശ്യമായ കാര്യങ്ങളിൽ നിർദ്ദേശം നൽകും. ചിലപ്പോൾ ചില ഫയലുകൾ, ചില ബില്ലുകൾ തിരിച്ചയച്ചെന്നും വരും. അതൊക്കെ ഓരോന്നിൻ്റെയും മെറിറ്റിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ചെയ്യുക.
വ്യക്തിപരമായ വിദ്വേഷം ഇതിൻ്റെ ഒന്നും പിന്നിൽ ഉണ്ടാവില്ല. ഇപ്പോൾ ബംഗാളിൽ തന്നെ ഒരു 3200 കോടി രൂപയുടെ പദ്ധതി പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിൽ വ്യക്തിപരമായ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട് ഗവർണർ എന്ന നിലയ്ക്ക്? പല കാര്യങ്ങളിലും മുഖ്യമന്ത്രി വന്ന് പറയാറുണ്ട്, കേന്ദ്രത്തിൽ നിന്ന് പണം കിട്ടാനുണ്ട്. അങ്ങനെ പല കാര്യങ്ങളിലും ഞാൻ ഇടപെട്ടിട്ടുണ്ട്. സംസ്ഥാനത്തിന് അനുകൂലമായ തീരുമാനങ്ങൾ കിട്ടിയിട്ടുമുണ്ട്. ഈ അടുത്ത കാലത്തുണ്ടായ 3200 കോടി രൂപയുടെ പ്രോജക്റ്റ് അത് ഉദ്ഘാടനം ചെയ്യേണ്ടിയിരുന്ന പ്രധാനമന്ത്രിയാണ്. പക്ഷെ അദ്ദേഹത്തിൻ്റെ ഹെലികോപ്റ്റർ കാലാവസ്ഥാ പ്രശ്നം കാരണം താഴ്ന്നില്ല. അതുകൊണ്ട് അദ്ദേഹം എന്നോട് പറഞ്ഞു ഞാൻ തന്നെ ചെയ്യാൻ. അങ്ങനെയാണ് ചെയ്തത്. അത് ബംഗാളിൻ്റെ വികസനത്തിന്, റോഡ് വികസനത്തിന് ത്വരിതഗതിയിൽ നൽകുന്ന ഒരു പ്രോജക്റ്റാണ്. ബംഗാളിലെ ജനങ്ങൾക്ക് ദൂരവ്യാപകമായ ഗുണഫലങ്ങൾ ഉണ്ടാക്കുന്ന ഒരു വലിയ പ്രോജക്റ്റാണത്.